ഹായ് ഡിയർ അനിയറോൾ, നിങ്ങൾക്കെല്ലാവർക്കും അന്നാസ് കഫേയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഡിഷാണ് കേട്ടോ, എഗ് ഫ്രൈഡ് റൈസ്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പം ഞാനാണെങ്കിൽ അടുപ്പത്ത് ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് തിളച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ അരിക്ക് നമ്മൾ എത്ര അരിയാണോ എടുക്കുന്നത് അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിന് എണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പം എണ്ണ എന്തിനാണ് ഒഴിക്കുന്നതെന്ന് വെച്ചാൽ ഈ അരിയൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വെട്ടി തിളയ്ക്കുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പം വെള്ളം നല്ലതുപോലെ ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ ബസുമതി റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കണ്ടോ, നല്ലതുപോലെ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ അതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എടുത്തിട്ടുള്ളത് മുഴുവൻ അരി നമുക്കതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ അരി മുഴുവനും ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ ഒരു വിസ്തീർണമുള്ള പാത്രത്തിൽ എടുത്തതെന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ വേവെല്ലാം നല്ലതുപോലെ വരത്തുള്ളൂ. എന്ന് പറഞ്ഞാൽ എല്ലാം ഒരുപോലെ വരത്തുള്ളൂ. അപ്പം ഈ അരി വേകുന്ന സമയം കൊണ്ട് നമുക്ക് എഗ് ഫ്രൈഡ് റൈസിന് ആവശ്യമായ മുട്ട തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 5 മുട്ടയാണ് എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 1/2 കിലോ അരിക്ക് 5 മുട്ട. അപ്പം മുട്ടയൊക്കെ ഇടുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ മുട്ടയൊക്കെ കൂടുതൽ ഇടുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഞാനിവിടെ 5 മുട്ടയും ചേർത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുരുമുളക് പൊടിയാണ്. ഇതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതേ സമയം വേറൊരു അടുപ്പത്ത് നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ മുട്ടയൊന്ന് വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മുട്ട അതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനെന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മുട്ട നമ്മളിങ്ങനെ വരച്ചെടുക്കുമ്പോൾ ചെറുതായിട്ട് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നാൽ മാത്രമേ ചെറിയ ചെറിയ പീസായിട്ട് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ വലിയ പീസായിട്ട് കിടക്കും. അപ്പോൾ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇതിനെ ഒരു സൈഡിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ റൈസ് ഇവിടെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് തോർത്താനായിട്ട് വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ അടുപ്പത്ത് ഒരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 2 ടേബിൾ സ്പൂൺ അളവിന് കുക്കിംഗ് ഓയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് നമുക്ക് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. അടുത്ത് ചേർക്കാൻ പോകുന്നത് സവാളയാണ്. ഒരു വലിയ സവാളയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ 1 കപ്പ് ക്യാരറ്റ്, കുറച്ച് ബീൻസ്. ഇത് ഇത്രയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. ഇത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ പച്ചക്കറിയൊക്കെ ഇവിടെ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ അളവിനാണ് ചേർക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സോയാ സോസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, അത് സ്കിപ്പ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതാണ്. പക്ഷേ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ സോയാ സോസ് കൂടെ നമ്മൾ ചേർക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം അല്ല, നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഈ സമയമാണ് ഇതിൻ്റെ കൂടെയാണ് അരി നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. പക്ഷേ ഞാനെടുത്ത പാത്രം ചെറുതായതിൻ്റെ പേരിൽ ഞാൻ വേറൊരു പാത്രത്തിനകത്തോട്ടാണ് ഇത് മാറ്റുന്നത്. അപ്പോൾ തീയൊന്ന് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് ഈ വേവിച്ച് വെച്ചേക്കുന്ന പച്ചക്കറി ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് അരിയും കൂടെ വേവിച്ച് വെച്ചേക്കുന്ന ചോറ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ അരിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം.
അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വറുത്ത് വെച്ചേക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ കൂടെ നമ്മുടെ മെയിനായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, അത് നമ്മൾ ചേർത്തില്ല, കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഇതിന് പുറമെ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നമുക്കൊന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചൂടുവാർന്ന എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അന്നാസ് കഫേ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാർ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നിങ്ങളുടെ ഫ്രണ്ട്സും ഇത് കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങളുടെ കമൻറ്റ് എന്തായാലും അറിയിക്കണം. ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ സ്റ്റേ സേഫ്. ബൈ.